ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള സ്നാക്കാണ്. അതിനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ്, തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ജീരകം, പിന്നെ വേണ്ടുന്നത് മധുരത്തിന് ആവശ്യമായ എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര. പിന്നെ ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചെടുക്കുക. ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം കൊണ്ട് വെച്ച് മൂടി. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് വീണ്ടും പാത്രം തുറന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുത്തു. ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഒരടപ്പ് പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തു. പഞ്ചസാര ചേർത്ത് കുഴച്ചെടുത്ത മാവിൽ നിന്ന് കുറേശ്ശെ കുഞ്ഞു ബോളുകൾ എടുത്ത് ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുത്തു. ഇതുപോലെ ചെറിയ ബോളാക്കി ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇങ്ങനെ മാറ്റി വെച്ച പാത്രത്തിൽ നിന്ന് ഗോതമ്പ് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു. ഉരുട്ടി വെച്ച ഗോതമ്പിൻ്റെ ബോളുകളെല്ലാം ഇതുപോലെ എണ്ണയിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കുക്കീസ് എന്ന് പറയാം. ഗോതമ്പ് കൊണ്ടുള്ള കുക്കീസാണിത്. ഇപ്പോൾ 4 മണി വിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതിന്. ഗോതമ്പ് പൊടി, പഞ്ചസാര, തേങ്ങ ചെരുകിയതും ഇത്രയും മാത്രം മതി ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വീടുകളിൽ ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അധികം ഇൻഗ്രീഡിയൻറ്റോ കുറച്ച് വീട്ടിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്.